നമ്മുടെ ഇന്നത്തെ യാത്ര വന്നിട്ട് ഗുണ്ടൽപേട്ടിലേക്കായിരുന്നു. ഒരു വൺ ഡേ ട്രിപ്പ്. സുൽത്താൻ ബത്തേരി വഴി കർണാടക സ്റ്റേറ്റിലുള്ള ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു നേരെ കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ കയറി ഉടനെ തന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ചെറിയൊരു മാൻകൂട്ടം കണ്ടു. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് ആനകളൊക്കെ കാണാൻ പറ്റി. 5 ആനകൾ ഒരുമിച്ചുണ്ടായിരുന്നു. 2 വലിയ ആനകളും 3 കുട്ടി ആനകളായിരുന്നു. അതിൽ ഒരു കുട്ടി ആനയുണ്ടായിരുന്നു. ആ കുട്ടി ആനകളൊരു പ്രത്യേകതയുണ്ട്. ഇവർ കൂട്ടമായിട്ട് യാത്ര ചെയ്യുമ്പം ഈ അതിലുള്ള ഏറ്റവും കുട്ടിയെ ഒരു ഭയങ്കര കെയറിങ് ആയിരിക്കും. 2 ആനകളുടെ നടുവിലൂടെ മാത്രമേ ആരെയും കാണിക്കാതെ യാത്ര ചെയ്യാൻ ശ്രമിക്കും. ഈ ആന കൂട്ടങ്ങളായിട്ട് പോകുമ്പം കുട്ടി ആനകൾ ഭയങ്കര കെയറിങ് ആയിരിക്കും. കുറച്ചും കൂടി മുന്നോട്ടൊക്കെ പോകുമ്പം കാട്ടുപോത്തിനെ കണ്ട് ഞങ്ങൾ ആ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞപ്പം പിന്നെ ഗുണ്ടൽപേട്ടിലേക്ക് പോകുമ്പം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടോൾ ബൂത്തുണ്ട്. ആ ടോൾ ബൂത്ത് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു മുന്തിരിത്തോപ്പുണ്ട്. ആ ചെറിയ മുന്തിരിത്തോപ്പാണ്. 25 രൂപ വെച്ചിട്ട് ഒരാൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് അവരെ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കും. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ആൾക്കാർ പിന്നെ മുന്തിരി ഇങ്ങനെ വായിലൊക്കെ വെച്ച് ചുണ്ടോടൊക്കെ അടുപ്പിച്ചിട്ട് കുട്ടികളൊക്കെ അതിനോട് അടുപ്പിച്ച് വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊക്കെ കെമിക്കൽ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം, എൻ്റെ ഒരു സംശയം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ ആ തോട്ടത്തിൽ മുന്തിരി വള്ളികളിലോ മുന്തിരികളിലോ ഒരു പ്രാണികളോ ഈച്ചകളോ അതുപോലെ കൊച്ചു പക്ഷികളൊക്കെ വരും മുന്തിരി ഉണ്ടാകുമ്പോൾ. എനിക്കറിയാം, എൻ്റെ വീട്ടിലൊക്കെ മുന്തിരി ഉണ്ടായതാണ്. അപ്പോൾ പക്ഷികളും പ്രാണികളൊക്കെ വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ കാരണം. അങ്ങനെയൊന്നും എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല. ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക. കെമിക്കലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ തോട്ടത്തിൽ തന്നെ അടിച്ചുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് അതിന് വില ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വായിലൊന്നും വെക്കാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ. ചെറിയുടെ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയില്ലേ, അതിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ കുറേ ചെണ്ടുമല്ലിയും അതുപോലെ സൂര്യകാന്തി പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ റോഡ് സൈഡിൽ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളോട്ടൊക്കെ പോയാൽ നമുക്കത് കാണാൻ പറ്റും. കുറച്ച് ഉള്ളോട്ട് നടന്ന് പോകണമെന്നുള്ളൂ, എന്തായാലും കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കാണാൻ പറ്റുന്നത് ജൂലൈ ഒരു പകുതി മുതൽ ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ അത് കഴിയുമ്പോഴൊക്കെ ഇതൊക്കെ വിളവെടുപ്പ് കഴിയും. പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഈ പുഷ്പകൃഷിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളത് കഴിഞ്ഞു നേരെ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോയി. അവിടെ ഒരു KSRTC ബസ്സുണ്ട്. KSRTC ബസ്സിൽ മാത്രമാണ് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. അത് താഴത്തുനിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുക്കണം. 70 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വരുന്നത്. ഗോപാലസ്വാമി ടെമ്പിൾ ആ KSRTC ബസ്സിൽ, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണത്. അതിൽ പോയി അവിടെ നിന്ന് തൊഴുതു. ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു ഉച്ചയായിരുന്നു. അപ്പോൾ തൊഴുതു. അപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെയുള്ള പോലെ ചോറും സാമ്പാറൊന്നും അല്ല, നമ്മൾ ലെമൺ റൈസ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മസാല പോലത്തെ ഒരു ചോറാണത്. പക്ഷേ കുഴപ്പമില്ല, വിശപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. നമുക്ക് ഒരു ദിവസം കൊണ്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്ന നല്ലൊരു ട്രിപ്പാണ്. ഭാഗ്യമുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് ആസ്വദിക്കാൻ പറ്റും, മൃഗങ്ങളൊക്കെ കാണാനും പറ്റും. അതുപോലെ പൂന്തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഒക്കെ കൂടെ കണ്ടിട്ട് നല്ലൊരു യാത്രയായിട്ട് മാറും. ഒരു ഓർമ്മയുള്ള യാത്രയായിട്ട് മാറും ഇത്. ഓക്കെ.